41 വയസ്സ് എനിക്കുണ്ട്. ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്നത്. ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല, ഒരു മക്ബറയിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ടില്ല. മൗലവി, താങ്കളുടെ 41 വർഷവും വേസ്റ്റ് ആയി പോയി. എനിക്ക് 24 വയസ്സുണ്ട്. ജനിച്ചത് മുതൽ ഇന്ന് വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലുമാണ് ജീവിക്കുന്നത്. ഞാൻ മക്ബറയിൽ പോയിട്ടുണ്ട്, മക്ബറയിൽ വെച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം ചെയ്ത രേഖയുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലമാ കാന ലൈലതുക മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു മിൻ ആഖിരിൽ ലൈലി ഇലൽ ബഖീഅ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുമ്പോഴെല്ലാം രാത്രിയിൽ ബഖീഇലേക്ക് അഥവാ സഹാബത്തിന്റെ മഖബറയിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്, വഫീ ഹാദൽ ഹദീസ് ദലീലുൻ ലിസ്തിഹ്ബാബി സിയാറത്തിൽ ഖുബൂരി വസ്സലാമി അലാ അഹ്ലിഹാ വദ്ദുആഇ ലഹും വത്തറഹുമി അലൈഹിം. ഈ ഹദീസിൽ സിയാറത്തുൽ ഖുബൂറിനും അവിടെ വെച്ച് സലാം പറയാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുമുള്ള രേഖയുണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്റെ സുനനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖുബൂരിൽ മദീന ഫഅഖബല അലൈഹിം ബിവജ്ഹിഹി ഫഖാല അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും അൻതും സലഫുനാ വനഹ്നു ബിൽ അഥർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ഖബറാളികൾക്ക് നേരെ ചെന്നിട്ട് പറയുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവർക്ക് സലാം പറഞ്ഞതിനു ശേഷം അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലാഹു പുറത്തു നൽകട്ടെ എന്ന് അവരെ വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. താങ്കൾ പറയുന്നു ഇന്നവരെ മുസ്ലിമീങ്ങളുടെ മഖബറ സന്ദർശിച്ചിട്ടില്ല എന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. സാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ ഉമ്മിഹി ഫബകാ വഅബ്കാ മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും അവിടുന്ന് കരയുകയും കൂടെയുള്ളവരെ കരയിപ്പിക്കുകയും ചെയ്തു. ഇനി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം ചെയ്തതല്ല, സ്വഹാബത്തും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സുനൻ അബീ ദാവൂദിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു ഖുബൂറ ശുഹദാഇ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ശുഹദാക്കളുടെ ഖബറുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പുറപ്പെട്ടു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എല്ലാം കാണിച്ചു തന്നതാണ് മഖബറയിൽ പോകലും അവിടെ വെച്ച് പ്രാർത്ഥന നടത്തലും. ചുരുക്കത്തിൽ മൗലവി, താങ്കളുടെ 41 കൊല്ലവും വേസ്റ്റ് ആയി പോയി. ഇനി മൗലവിയുടെ അടുത്ത പ്രശ്നം എന്താണ്? അല്ലാഹു അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല. എന്തിനാണ് മൗലവി നുണ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സഹായം ചോദിച്ചിട്ടില്ലേ? നിങ്ങളുടെ ഉമ്മയോട് സഹായം ചോദിച്ചിട്ടില്ലേ? എത്ര ആളുകളോട് നിങ്ങൾ സഹായം ചോദിച്ചിട്ടുണ്ട്? സുന്നികളെ എതിർക്കാൻ ഏത് നുണയും പറയാമെന്നാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെ മേലിൽ സഹായം ചോദിക്കണം എന്നാണ്. ഇനി മൗലവിക്ക് പ്രശ്നം മരണപ്പെട്ടു പോയ മഹത്തുക്കളോട് സഹായം ചോദിക്കലാണോ? എന്നാൽ അതിനും രേഖയുണ്ട്. ബഹുമാനപ്പെട്ട സഹാബിയായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ദിമിഷ്കിൽ നിന്ന് 7 ദിവസം കൊണ്ട് മദീനയിലേക്ക് വരികയും 2.5 ദിവസം കൊണ്ട് ഷാമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്തേ കാരണം? ബിദുആഇഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫഉഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ വന്ന് വഴി ചുരുക്കി കിട്ടാൻ ദുആ ചെയ്യുകയും നബി തങ്ങളെ കൊണ്ട് ശഫാഅത്ത് ചോദിക്കുകയും ചെയ്ത് കാരണമായിട്ട് ഈ സംഭവം നിരവധി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലും ഇമാം ഷാമി റളിയല്ലാഹു അൻഹു തന്റെ സുബുലുൽ ഹുദാ വർ റഷാദിലും ഇമാം ബദ്രുദ്ദീനുൽ ഐൻ റളിയല്ലാഹു അൻഹു ഉംദത്തുൽ ഖാരിയിലും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു ദലീലുൽ ഫാലിഹീനിലും ഇങ്ങനെ ഒട്ടനധികം കിതാബുകളിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. സഹാബത്ത് ആവശ്യ പൂർത്തീകരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ പോയതിന് ഇനിയും രേഖയുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു ഹാരിസ് മുസനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരൾച്ച വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിലേക്ക് വരുന്നു. അവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹി ഇസ്തസ്ഖി ഉമ്മതിക ഫഇന്നകും ഖദ് ഹലകു. നബിയെ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ ആവശ്യപ്പെടണമെന്ന് ചോദിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ്.
ഈ സംഭവം നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസന്നഫ് ഇബ്നു അബീ ശൈബയിലും ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വന്നത് സ്വഹാബിയാണെന്ന് തഖിയുദ്ദീനുൽ ഹിസ്നി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നുണ്ട്. അത് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹും ഇമാം സറഖാനി റളിയല്ലാഹു അൻഹും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം സ്വഹീഹാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹും ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹും ഹാഫിദ് ഇബ്നു കസീറും ഇമാം അജലൂനി റളിയല്ലാഹു അൻഹു അടക്കം ഡസൻ കണക്കിന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും സ്വഹാബത്ത് ചെയ്ത് കാണിച്ചു തന്നതുമായ ഈ പ്രവർത്തനങ്ങളൊന്നും 41 കൊല്ലം ആ കൂടാരത്തിൽ ജീവിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ താങ്കളുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ്. ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടുണ്ട്. അതിന്റെ നിരസ്തകത ബോധ്യപ്പെടുത്തി കൊടുക്കാം. പിന്നെ അതൊന്ന് രണ്ടുപേരി പഠിച്ചു പാടിയതാ. ഒരു മൗലൂദിന്റെ സദസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല. മൗലിദ് എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തലാണ്. അത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. മൗലിദിന്റെ സദസ്സിൽ സ്വഹാബത്ത് പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. സ്വഹാബത്തെല്ലാം ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മൂസ അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ഇങ്ങനെ തുടങ്ങി അമ്പിയാക്കളുടെ മദ്ഹുകൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വരികയും അവിടെ നിന്ന് അതെല്ലാം അംഗീകരിക്കുകയും ശേഷം പറയുന്നത് വഅന ഹബീബുല്ലാഹി വലാ ഫഖറ وأنا حامل لواء الحمد يوم القيامة ولا فخرا وأنا أول شافع وأول مشفع يوم القيامة ولا فخرا وأنا أول من يحرك حلق الجنة فيفتح الله لي فيدخلنيها ومعي فقراء المؤمنين ولا فخرا وأنا أكرم الأولين والآخرين ولا فخرا എന്ന് പറഞ്ഞ് സ്വന്തം മദ്ഹുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട സവാദ് ബിൻ ഖാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഇസ്മഅ മഖാലതി, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുന്നു. വകുല്ലി ഷഫീഅൻ യൗമ ലാ ദു ശഫാഅത്തിൻ സിവാക ബിമുഅ്നിൻ അൻ സവാദ് ബിൻ ഖാലിബി എന്ന് തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുന്നു. അവിടത്തോട് ശഫാഅത്ത് ചോദിക്കുന്ന ബൈത്ത് പാടുന്നു. അതുകൊണ്ട് ഞങ്ങളും പാടുത്തെ അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഹ്ലനാ ഇൻ ളഅയാ സയ്യിദി ഖൈറൻ നബി. ഇതെല്ലാം സ്വഹാബത്ത് കാണിച്ചു തന്നതാണ്. സവാദ് ബിൻ ഖാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വരി കേട്ടപ്പോൾ ഫരിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സന്തോഷിച്ചു. ഫറഹൻ ശദീദ, ശക്തമായ സന്തോഷം സന്തോഷിച്ചു. എന്നിട്ട് പറയുന്നത് സിർ ഫീ ഖൗമിക വഖുൽ ഹാദ അശ്ശിഅറ ഫീഹിം, ഓ സവാദേ, നിങ്ങളുടെ ഖൗമിൽ പോയി ഈ വരികൾ പാടിക്കൊടുക്കണമെന്ന് മൗലിദ് സംഘടിപ്പിക്കാനുള്ള കൽപ്പന നൽകുകയാണ്. മാത്രമല്ല അവിടത്തോട് പറയുന്നത് അഫ്ലഹ്ത യാ സവാദ്, ഓ സവാദേ നീ വിജയിച്ചു പോയി എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മൗലിദ് നടത്തുന്നത്. തീർന്നില്ല. ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടി ഇന്ന റസൂല നൂറുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് തുടങ്ങുന്ന ബാനത്തു സുആദിലെ വരി പാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് ആളുകളോട് വരാനും അത് കേൾക്കാനും ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗലിദിന്റെ സദസ്സിലേക്ക് ആളെ ക്ഷണിക്കുന്നു. മാത്രമല്ല സഹീഹ് ബുഖാരിയിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉൻ എന്ന് തുടങ്ങുന്ന അവിടുത്തെ മൗലിദ് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല സഹീഹ് ബുഖാരിയിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു എന്ന് തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാടിയത് മദ്ഹ് പറഞ്ഞത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടാൻ ഒരു മെമ്പർ സ്ഥാപിച്ചു കൊടുക്കുകയും അയ്യദക അല്ലാഹു ബിറൂഹിൽ ഖുദ്സ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി കൊടുക്കുകയും ചെയ്തു. മരിച്ചൊരാളുടെ തലക്കും ഭാഗത്തു നിന്ന് ഒരു യാസീൻ പോട്ടെ ഒരായത്ത് ഞാൻ ഓതിയിട്ടില്ല.
മൗലവി 41 കൊല്ലമായിട്ട് ഒരു മയ്യത്തിനരികിലും ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് പോലും ഓതിയിട്ടില്ല എന്ന്. എന്നാൽ മൗലവി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. ഒരു മയ്യത്തിന്റെ അരികിൽ ഹാലിറായാൽ നിങ്ങൾ ഏറ്റവും ഖൈറായത് പറയണം. ഏറ്റവും ഖൈറായത് ഏതാണ്? ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്. ഏറ്റവും ഖൈറായ ഹദീസ് അത് ഖുർആനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഏറ്റവും ഖൈറായത് മയ്യിത്തിനരികിൽ വെച്ച് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഏറ്റവും ഖൈറായ ഖുർആൻ മയ്യിത്തിന്റെ അരികിൽ വെച്ച് നമുക്ക് ഓതാം. മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ ഓതാൻ ഇനിയും രേഖകളുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഇഖ്റഉ അലാ മൗതാകും യാസീൻ. നിങ്ങൾ നിങ്ങളുടെ മയ്യത്തിന്റെ മേലിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ തങ്ങൾ തന്റെ സ്വഹീഹിലും ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ശറഹുസ് സുന്നയിലും ബഹുമാനപ്പെട്ട ഇമാം നസായി റളിയല്ലാഹു അൻഹു അസ്-സുനനുൽ കുബ്രയിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല സ്വഹാബത്ത് മയ്യത്തിനരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട തന്റെ മകനായ അലാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മരണസമയത്ത് വസിയത്ത് ചെയ്യുന്ന വസിയത്തിൽ പറയുകയാണ്, ഞാൻ മരിച്ചാൽ എന്റെ തലക്കരികിൽ വന്നുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും പാരായണം ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. എന്തേ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഈ ഹദീസിന്റെ പരമ്പര സ്വീകാര്യയോഗ്യമാണെന്ന് മജ്മഉസ് സവാഇദിൽ നൂറുദ്ദീനുൽ ഹൈതമി വ്യക്തമാക്കുന്നു. ഇതിനും പുറമെ സ്വഹാബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ഖബറിങ്ങൾ പോയി ഖുർആൻ ഓതൽ സ്വഹാബത്തിന്റെ പതിവായിരുന്നു. കാനത്തിൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബരിഹി യഖറഊന ഇൻദഹുൽ ഖുർആൻ. അൻസാരികൾ അവരിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ ഖബറിന്റെ അരികിലേക്ക് പോവുകയും അവിടെ വെച്ച് ഖുർആൻ ഓതുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കറുൽ ഖല്ലാൽ റളിയല്ലാഹു അൻഹു തന്റെ അൽ ഖിറാഅത്തു ഇൻദൽ ഖുബൂരിലും ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ അർ-റൂഹിലും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹുസ് സുദൂരിലും ബഹുമാനപ്പെട്ട ഇമാം വാസിത്തി റളിയല്ലാഹു അൻഹു മജ്മഉൽ അഹ്ബാബിലും ബഹുമാനപ്പെട്ട ഇമാം മുല്ല അലി അൽ ഖാരി റളിയല്ലാഹു അൻഹു മിർഖാത്തുൽ മഫാത്തിഹിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖബറിനരികിൽ ചെന്ന് ഖുർആൻ ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ലൈത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ ചെന്ന് ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നത് കാണാം. വതവാതറ അന്ന ശാഫിഈയ സാറ ലൈത്ത് വഅസ്ന അലൈഹി ഖൈറൻ വഖറഅ ഇൻദഹു ഖത്മതൻ വഖാല അർജു അൻ തദൂമ. ബഹുമാനപ്പെട്ടവർ ഇമാം ലൈത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ വരികയും അവിടെ വെച്ച് ഒരു ഖത്മ പാരായണം ചെയ്യുകയും ഇതക്കാലത്തും നിലനിൽക്കണം ആഗ്രഹിക്കുകയും ചെയ്തു എന്നത് തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ശംസുദ്ദീൻ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അൽ ഖൗലു ബിൽ ഇഹ്സാനിൽ അമീം എന്ന കിതാബിലും ബഹുമാനപ്പെട്ട ബദ്രുദ്ദീൻ അൽ ഐനി റളിയല്ലാഹു അൻഹു മആനിൽ അഖ്യാറിലും രേഖപ്പെടുത്തുന്നു. ഇതിനും പുറമെ 41 കൊല്ലം മൗലവി ജീവിച്ച കൂടാരത്തിന്റെ നേതാവായ ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ അവർക്ക് വേണ്ടി ഖത്മ ഓതിയിരുന്നു. വഖുതിമത് ലഹു ഖത്മാതുൻ കസീറ. ധാരാളം ഖത്മുകൾ ശിഷ്യന്മാർ അവർക്ക് വേണ്ടി ഓതിയിരുന്നു എന്ന് അവരുടെ ശിഷ്യനായ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായയിലും രേഖപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ തക്ബീർ ഞാൻ വിളിച്ചിട്ടില്ല. എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നാം പെരുന്നാൾ ദിവസം തക്ബീർ ചൊല്ലാറുണ്ട്, ആലിമീങ്ങൾ വരുമ്പോൾ തക്ബീർ ചൊല്ലാറുണ്ട്. എന്നാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളാരും ജാഥ പോയി തക്ബീർ വിളിക്കാറില്ല. ഇനി ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് തഹ്ലീലാണെങ്കിൽ അതിനും രേഖയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ജാമിഉൽ കബീറിലെ അക്സിറു ഫിൽ ജനാസതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസ്, നിങ്ങൾ ജനാസയുടെ മേലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗൽ അധികരിപ്പിക്കണം എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഐ അക്സിറു ഹാല തശ്യീഇകും ലിൽ മൗത, നിങ്ങൾ മയ്യിദിനെ കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കണം. എന്തേ കാരണം? ഫഇന്ന ബറകത കലിമത ഷഹാദതി തഊദു അലൽ മയ്യിതി വൽ മശീഈന. ആ മയ്യിത്തിന്റെ മേലിലും മയ്യിദിനെ കൊണ്ടുപോകുന്നവരുടെ മേലിലും ആ ഷഹാദത്തിന്റെ ബറകത്ത് ലഭിക്കുമെന്ന് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു വിശദമാക്കുന്നു. ഈ 41 കൊല്ലമായി മൗലവി ഇതെല്ലാം ഉപേക്ഷിക്കാൻ ഒരു കാരണം പറയുന്നുണ്ട്. ആ കാരണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാരണം
വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. എന്റെ ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ചത് ഇല്ല. ഉണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയാൽ സ്വഹീഹായ രേഖപ്പെടുത്തലുകളിൽ അതുണ്ടെന്ന് പറയാൻ പറ്റണം. ഏതായാലും ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുണ്ട്, സഹാബത്ത് ചെയ്തു കാണിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് 41 കൊല്ലം ഏതായാലും വേസ്റ്റ് ആയി പോയി. ഇനിയെങ്കിലും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ദീനിലേക്ക് വരൂ, സുന്നിയായി ജീവിക്കൂ. നിങ്ങളെ സുന്നത്ത് ജമാഅത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.